വെൽക്കം ടു ലെജൻസ്. നമ്മുടെ ഓർണമെന്റ്സിൽ നിന്ന് സ്റ്റഡ് ആട്ടോ കാണിക്കുന്നത്. സ്റ്റഡ് ഉണ്ട്, കുഞ്ഞ് ഹാങ്ങിങ് വരുന്ന പാറ്റേൺ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഇമ്പോർട്ടഡ് ആയിട്ട് വരുന്ന മെറ്റീരിയൽസ് ആട്ടോ. നമുക്ക് നോർമൽ കോമൺ ആയിട്ട് വരുന്ന ഫാൻസിയിൽ കിട്ടത്തില്ല ഇങ്ങനത്തെ മോഡൽ. എന്തായാലും അത്രയും നമ്മൾ ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കും, എവിടുന്ന മേടിച്ചെന്ന് ചോദിക്കും. അത്രയും ഭംഗിയുള്ള ഐറ്റംസ് ആണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പ്രൊഡക്റ്റ് വരുന്നത്. അപ്പോൾ ഇതിന് ഫുൾ എഡി സ്റ്റോൺ ആട്ടോ യൂസ് ചെയ്തേക്കുന്നത്. താഴെ ഒരു പേളിന്റെ ഡിസൈൻ ഒക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇത്രയും ഒരു ഫിനിഷിംഗ് ഉള്ള ഐറ്റംസ് നമ്മൾ നോർമൽ ഇന്ത്യൻ പ്രൊഡക്ഷനിൽ അങ്ങനെ വരാറില്ല. ഇതെല്ലാം നല്ല അത്രയും ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആണ്. ഇതിന്റെ മേളിലാണെങ്കിലും ഇങ്ങനെ ഫുൾ എഡി സ്റ്റോൺ ഒക്കെ വെച്ചിട്ട് മൊത്തത്തിൽ താഴെയാണെങ്കിലും ഇതുണ്ടല്ലേ, നമുക്ക് കണ്ടു കഴിഞ്ഞാൽ കുഞ്ഞൊരു ഫ്ലവറിന്റെ ഇതള് പോലെ ഒരു കുഞ്ഞൊരു ജിമുക്ക പോലെയാണ് താഴത്തെ മോഡൽ പോയിരിക്കുന്നത്. താഴോട്ട് ഇങ്ങനെ ചെറിയൊരു ഹാങ്ങിങ്, പേളിന്റെ ഒരു ഹാങ്ങിങ് വരുന്നുണ്ട്. ഇതിന്റെ നമ്പർ വരുന്നത് ഇതും ഏകദേശം സെയിം ടൈപ്പ് മുമ്പേ കാണിച്ച പോലത്തെ തന്നെ ചെറിയ വേരിയേഷൻ കേട്ടോ. ചെറിയ ഹാങ്ങിങ് പാറ്റേൺ ആണ്. ഇതുപോലാണ് ചെയ്തേക്കുന്നത് കേട്ടോ. ഇതിന്റെ ആ ഒരു സെന്ററിലത്തെ ഇതില്ലേ, അത് നല്ല പേളിന്റെ പോലത്തെ മെറ്റീരിയൽ ആട്ടോ യൂസ് ചെയ്തേക്കുന്നത്. ഭയങ്കര അടിപൊളിയാണ്. ഞാൻ പറഞ്ഞില്ല, ഇത് അങ്ങനെ നിങ്ങൾക്ക് വേറെ കിട്ടത്തില്ല, തപ്പി നടന്നാൽ പോലും കിട്ടില്ല, അത്രയും ഭംഗിയുള്ള ഐറ്റംസ് ആണ്. മുമ്പത്തേന് 500 സംതിങ് തന്നെ അല്ലായിരുന്നു, ഇത് ആ ഒരു സെയിം റേഞ്ച് ആട്ടോ. എന്തായാലും ആ പ്രൈസ് കൊടുക്കുന്നതിൻ്റെതായ ലുക്ക് അതിനുണ്ട്, അതുകൊണ്ട് ധൈര്യമായിട്ട് എടുത്തു. പിന്നെ മേളത്തെ ആണെങ്കിലും ഫുൾ കുഞ്ഞു കുഞ്ഞു സ്റ്റഡ് ആ ഒരു സ്റ്റോൺ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അതിനൊരു ചെറിയൊരു കേവ് ടൈപ്പ് ഡിസൈൻ, നമുക്കൊരു ഫ്ലവർ പോലെ തന്നെ ഫീൽ ചെയ്യും. അത് നിങ്ങൾക്ക് നേരിട്ട് കാണുമ്പോൾ മനസ്സിലാവും. ഇങ്ങനെ അതിൻ്റെ അകത്തൊരു ശരിക്കും അതിൻ്റെ ഒരു ഭംഗി സത്യത്തിൽ ഇതിൽ കിട്ടണില്ല, നേരിട്ട് അടിപൊളിയാണ് കേട്ടോ. ഇതിന്റെ നമ്പർ വരുന്നത് P638. ഇതിന്റെ പ്രൈസ് 590 59. നമുക്ക് നെക്സ്റ്റ് വരുന്നത്, ഇതും മിക്കവരും തന്നെ പ്രിഫർ ചെയ്യുന്ന ഒരു മോഡലാട്ടോ. ഇത് ഇങ്ങനത്തെ എനിക്ക് തോന്നുന്നു ഗോൾഡിൽ ഒത്തിരി പേർക്കുണ്ട്. പക്ഷേ ഇത് നോർമലി വരുന്ന അതിനേക്കാളും ഭയങ്കര നല്ല ഫിനിഷിങ്ങിലാണ് സ്റ്റോൺ പോയേക്കുന്നത്. ഇതിൽ സൂക്ഷിച്ച് നോക്കിക്കേ, ഇതിൻ്റെ അകത്ത് ഈ ഓരോ കുഞ്ഞു കുഞ്ഞായിട്ട് നമുക്ക് ഒറ്റക്കല്ലായിട്ട് ഫീൽ ചെയ്യുന്നതിൽ വരെ കുഞ്ഞ് 2-3 സ്റ്റോൺസ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ഫിനിഷിങ് വ്യത്യാസം എന്തായാലും വരും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ പുറത്തുനിന്ന് ചെയ്തു വരുന്ന ആയതുകൊണ്ട് നമ്മൾ സാധാരണ വരുന്നതിനേക്കാളും ഭയങ്കര ലുക്കാണ് കാണാനായിട്ട്. അപ്പം ഇതിൻ്റെ അകത്ത് ആ ഒരു കല്ലിൻ്റെ ഒരു ഭംഗി കാണത്തില്ല കേട്ടോ. ഇത് ഒത്തിരി വലിപ്പം ഇല്ല, നമുക്കൊരു ആവറേജ് ഒരു മീഡിയം സൈസ് മാത്രമേ വരുന്നുള്ളൂ. അതിങ്ങനെ ഒത്തിരി അടുപ്പിക്കുന്നതുകൊണ്ടാണ് ഫോക്കസ് ആവുന്നത്. ഞാൻ അടുപ്പിച്ച് കാണിക്കാം കേട്ടോ. ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ ഇത് ഒത്തിരി സൈസ് ഇല്ല കേട്ടോ, ഒരു മീഡിയം സൈസേ ഉള്ളൂ, എല്ലാവർക്കും ഇടാൻ പറ്റുന്ന സൈസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പോർഷനിലാണ് നമുക്ക് ആ ബാക്കിലോട്ട് ഇത് വരുന്നത്. പക്ഷെ അത് ആ ഒരു ഒത്തിരി വലിപ്പം ഇല്ലാത്തതുകൊണ്ട് കറക്റ്റായിട്ട് തന്നെ കഥ കിടന്നോളും. ഇതാട്ടോ ബാക്ക് സൈഡ്. പിന്നെ നമ്പർ P639. ഇത് എക്സ്ട്രാ ഒരെണ്ണം വെച്ചിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ ബാക്കിലത്തേത്. നമ്പർ ഒന്നുകൂടെ പറയാം, P639. അത് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണ്ട കേട്ടോ, അതുകൊണ്ട് നിങ്ങൾക്ക് ഇതുകൊണ്ട് വലിയ കാര്യമില്ല. ശരിക്കും സ്ക്രീൻഷോട്ട് തന്നെയാണ് വേണ്ടത്. കറക്റ്റായിട്ട് ബാർകോഡ് ക്ലിയർ ആയിട്ട് കാണുന്ന സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 440 ആണ്. നമുക്ക് നെക്സ്റ്റ് ഐറ്റം വരുന്നത്, ഇതും സ്റ്റഡിൽ തന്നെ ഇച്ചിരി റേഞ്ച് ഉള്ള ഐറ്റം ആണ്. ഇതിൻ്റെയും ഭംഗി ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നേരിട്ട് കാണുമ്പോൾ അത് ശരിക്കും മനസ്സിലാവും. ഇത് 2 തട്ടായിട്ടാട്ടോ. ഇതല്ലേ 2 ലെയർ ഓഫ് നമുക്ക് സ്റ്റോൺസ് ആണ് കൊടുത്തേക്കുന്നത്. അതായത് ഒരു ഫ്ലവറിൻ്റെ അകത്ത് തന്നെ കുറച്ചുകൂടി ഇങ്ങനെ നീണ്ട സ്റ്റോൺസ് വെച്ചിട്ട് നെക്സ്റ്റ് ഒരു ലെയർ ഓഫ് ഒരു ഫ്ലവറാണ് വരുന്നത്. ഇതുപോലെ 2 ലെയറാണ്. അത് എനിക്ക് ഇതിൻ്റെ അകത്ത് അതിൻ്റെ ഭംഗി കാണിക്കാൻ പറ്റുന്നില്ല, നേരിട്ട് ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാൻ. ഇതല്ലേ ഒത്തിരി വലിപ്പമില്ല കേട്ടോ, ഞാനിതിങ്ങനെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി അത് അടുപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു വലിപ്പം കൂടുതൽ തോന്നിയതായിരിക്കും. ഒരു നോർമൽ സൈസേ ഉള്ളൂ, മീഡിയം ആ ഒരു സൈസേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ താഴത്തെ ലെയറിൽ കൊടുത്തേക്കുന്നത് റൗണ്ട് സ്റ്റോണും മേളത്തെ ലെയറിൽ കുറച്ച് നീണ്ട സ്റ്റോൺസും വരുന്നത്. അത് അടിപൊളിയാട്ടോ, ഭയങ്കര എനിക്കതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, അത്രയും രസമാണ്. സാരിയുടെ കൂടെ നല്ല രസമായിരിക്കും ഇത് കാണാനായിട്ട്. ഇതിൻ്റെ നമ്പർ വരുന്നത് P641. ഇതിൻ്റെ പ്രൈസ് 560 ആണ്, 56. നമുക്ക് ലാസ്റ്റ് വൺ ഇതാണ്. ഇതും നമുക്ക് നോർമലി ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നോർമൽ സൈസ് മാത്രമേ ഉള്ളൂ. എഡി സ്റ്റോൺ തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്, സെൻറ്ററിലല്ല കേട്ടോ. അപ്പോൾ ഈ മോഡലിലൊക്കെ കൂടുതലും അറ്റത്തും അല്ല, ഒരു സെൻറ്ററിൻ്റെ തൊട്ടിപ്പുറമായിട്ടാണ് അതിൻ്റെ സ്റ്റഡിൻ്റെ ബാക്കിലോട്ട് അത് വരുന്നത്. ഇതൊരു ഫ്ലവർ പോലെ തന്നെ ഇരിക്കുന്നത്. ഇതിൻ്റെ കുറച്ച് നമുക്ക് ഒരു ഗോൾഡൻ്റെ ചെറിയ ഇതളുകളും കൂടെ വരുന്നുണ്ട്. ഇതിന് നമ്പർ വരുന്നത് ഇത് കണ്ടില്ലേ, ഇതിൻ്റെ അകത്തെ എണ്ണം നിങ്ങൾ നോക്കിയാൽ മതി. ഇതിൻ്റെ എഡി സ്റ്റോണിൻ്റെ എണ്ണം വെച്ചിട്ട് മറ്റേനെ കമ്പയർ ചെയ്താൽ മതി. ഇതും കൂടി സ്റ്റോൺ തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്, പക്ഷേ കുറച്ച് ഗോൾഡൻ ഇതുകൂടെ വരുന്നതുകൊണ്ട് കുറച്ച് റേറ്റ് കുറവാണ്. മറ്റേത് അപ്പം അതിൻ്റെ ഭംഗി കൂടുതൽ അതിനുണ്ട് കേട്ടോ. ആ ഒരു സ്റ്റോൺ എല്ലാം കൂടെ അത്രയും നല്ല രസമായിട്ടാണ് നിൽക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഒരു ഇതളുകൾ എക്സ്ട്രാ വരുന്നതിന് ഗോൾഡൻ ആണ് കൊടുത്തേക്കുന്നത്. അതിൻ്റെ ഒരു റേറ്റ് ഡിഫറൻസ് ആണ്. ഇതിൻ്റെ നമ്പർ P642. റേറ്റ് വരുന്നത് 390 മാത്രമേ ഉള്ളൂ, 39.